എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. PM കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. വന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചരണം വ്യാജവുമാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വർഷത്തിൽ 4 മാസങ്ങളുടെ 3 ഗഡുക്കളായിട്ടാണ് തുക വിതരണം നടത്തുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തെ ആദ്യ ഗഡുവായിട്ടുള്ള ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തെ തുകയാണ് ഇനി ലഭിക്കേണ്ടത്. ആദ്യത്തെ 2 മാസം കഴിയുകയും മൂന്നാമത്തെ മാസത്തിലെ 10 ദിവസം പൂർത്തിയാകുകയും ചെയ്ത സ്ഥിതിക്ക് ഇനി കേവലം 50 ദിവസത്തിനുള്ളിൽ തുക ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിതരണം അടുത്ത മാസമാവാനാണ് കൂടുതൽ സാധ്യത. ഈ മാസവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മാസം ലഭിക്കുകയാണ് എങ്കിൽ ഈ മാസം അവസാനത്തിലായിരിക്കും ലഭിക്കുക. ഇല്ല എങ്കിൽ അടുത്ത മാസം 2ാമത്തെ ആഴ്ചയിൽ തുക ലഭിക്കാനാണ് കൂടുതൽ സാധ്യത. അവസാന ദിവസം വരെയും തൊട്ടടുത്ത ഗഡുവിന്റെ സമയത്തേക്കും നീണ്ടുപോയ ചരിത്രം ഇതിനു മുമ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊന്നും ഉറപ്പിച്ച് ഡേറ്റ് പറയാനാകില്ല. പ്രധാനമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയിക്കുന്ന PM ഇവന്റ് വെബ്സൈറ്റിലൂടെയാണ് എന്നാണ് വിതരണ തീയതി എന്ന് ഒരാഴ്ചക്ക് മുമ്പ് അറിയാറുള്ളത്. അതോടൊപ്പം തന്നെ PM കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിന് തൊട്ടടുത്ത മുമ്പുള്ള ദിവസങ്ങളിലായിട്ട് വെബ്സൈറ്റിലും വിതരണ ഡേറ്റും സമയവും സ്ഥലവും പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ അതൊന്നും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഒന്നും തുക വിതരണം ഇല്ല എന്ന് ഉറപ്പിക്കാം. പക്ഷേ ഈ മാസം അവസാനം കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കിട്ടിയില്ല എങ്കിൽ അടുത്ത മാസം 2ാമത്തെ ആഴ്ചയോ 3ാമത്തെ ആഴ്ചയോ തുക എത്തും. PM കിസാൻ സമ്മാൻ നിധി തുക കാത്തിരിക്കുന്നവർ KYC നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പല ആളുകൾക്കും KYC അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം സ്റ്റാറ്റസ് പരിശോധിക്കുക. സ്വന്തമായി കഴിയാത്തവർ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റോ പോയി സ്റ്റാറ്റസ് പരിശോധിച്ച് KYC ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ചെയ്യുക. അതുപോലെ അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ അത് നിർബന്ധമായിട്ടും ചെയ്യുക. ഈ ഗഡു ലഭിക്കുന്നതിന് വേണ്ടി അത് നിർബന്ധമില്ല എങ്കിലും ഭാവിയിൽ അത് നിർബന്ധമാണ് എന്നാണ് കൃഷി മന്ത്രാലയവും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും സംസ്ഥാന കൃഷി വകുപ്പും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾ മൊബൈൽ ഫോൺ, ആധാർ കാർഡ്, നിങ്ങളുടെ നികുതി റെസീറ്റിന്റെ രേഖയുമായി ചെന്ന് ഈ അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ്. പല ആളുകൾക്കും ഒരു കാരണവുമില്ലാതെ കഴിഞ്ഞ ഗഡുക്കളൊക്കെ മുടങ്ങിയിരുന്നു. എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴും കൃത്യമായിട്ട് ഒരു അറിവില്ല. കാരണം സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അവരുടെ എല്ലാ രേഖകളും കൃത്യമാണ്. എന്നിട്ടും അവർക്ക് തുക മുടങ്ങി എന്നുള്ളതാണ്. ഇനി 23ാമത്തെ ഗഡുവിൽ എത്ര പേർക്കാണ് മുടങ്ങി പോവുക എന്ന് നമുക്കറിയില്ല. സ്വന്തമായിട്ട് പദ്ധതി ഉപേക്ഷിക്കാൻ, ഒഴിഞ്ഞു പോകാൻ പല ആളുകൾക്കും കഴിയും. അതായത് ആദായ നികുതി അടക്കുന്നവരാണ് അക്കാര്യം ശ്രദ്ധിക്കേണ്ടത്. മുമ്പ് തുക വാങ്ങിയിരുന്ന ആളുകൾ ഇപ്പോൾ ആരെങ്കിലും റേഷൻ കാർഡിൽ ആദായ നികുതി അടക്കുന്നുണ്ട് എങ്കിൽ സ്വമേധയാ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാകുന്നതാണ് നല്ലത്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരികയും ഇതുവരെ വാങ്ങിയിട്ടുള്ള മുഴുവൻ തുകയും തിരിച്ചടക്കേണ്ടി വരികയും ചെയ്യും. സ്വമേധയാ ഒഴിവാകുകയാണ് എങ്കിൽ പദ്ധതിയിൽ നിന്ന് ഒഴിവാകും എന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ച് അടക്കേണ്ടി വരില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരെ.